പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൈനസ് വ്ലോഗ് എടുക്കുന്നത് ഞാനാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഭൂക്കേതക്കടവ് പുഴയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വീട്ടിൻ്റെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ മാമാൻ്റെ ഫ്രണ്ടിൻ്റെ കാറാണ്. ഇതിൻ്റെ ഉപ്പത്തിൻ്റെ ബൈക്കാണ്. ഇതിൻ്റെ ഉപ്പത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ലോറിയാണ് അത്. അപ്പോൾ ഇത് മാമാൻ്റെ ബൈക്ക്, അതുണ്ട് സൈക്കിൾ, അതുണ്ട് ഉപ്പാൻ്റെ സൈക്കിൾ. ഗൈസ് നമുക്ക് നേരെ പൂക്കേതക്കടവിൽ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ പൂക്കേതക്കടവിലേക്ക് പോണ വഴി കണ്ട ചായക്കടയാണിത്. അവിടെ ആൾക്കാരെ കഴിക്കുന്നുണ്ട്. അതുകാരം ഞാൻ അവിടെ പോയി എടുക്കാത്തത്. ഇത് ഞാൻ പഠിക്കുന്ന മദ്രസയും പള്ളിയൊക്കെയാണിത്. ഞാൻ പോയ ആയി കണ്ടപ്പോൾ കിടക്കാമെന്ന് വിചാരിച്ചതാണ്. ജുമുഅത്ത് പള്ളിയാണ്. ഇത് ഞാൻ പഠിക്കുന്ന മദ്രസ. പോണ വഴിയിൽ ചളികളിലൊക്കെ റോട്ടിൽ കെട്ടിക്കുന്നൊക്കെ ഉണ്ട്. വണ്ടികൾക്ക് പോകാൻ പ്രയാസമൊക്കെ ആകും. അപ്പോൾ ഇത് പള്ളിനോട് ചേർന്നിട്ടുള്ള നബിദിനത്തിൻ്റെ സ്ഥാനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നബിദിനം വരാൻ പോവുക. അത് കാരണം ഞാനിന്ന് അപ്പോൾ മദ്രസൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പോണ വഴി ഇത് തോടാണ്, ചെറിയൊരു കനാലാണ്. ഒരു കനാല് വെള്ളമൊക്കെ കൂട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മഴക്കാലം വന്നാൽ ഇവിടെ വെള്ളം കൂടിയിട്ട് അവിടത്തൊക്കെ വെള്ളം കയറും. ഇതാണ് ഞാൻ പറഞ്ഞു പോയാൽ. പിന്നെ ഇത് എനിക്ക് പുതിയ ഇരിക്കുന്ന വീടാണ്. അപ്പോൾ സൈനസ് എൻ്റെ ഉപ്പച്ചും പിന്നെ ഞാനും ഇവിടെ എന്നിട്ടൊക്കെ ആവും വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ പരിസരം ഉണ്ട്. ഞങ്ങളിപ്പോൾ അടുത്ത് വന്നിട്ട് വൃത്തിയാക്കി പോയതാണ്. ഇവിടെ പെയിൻറ് പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ പെയിൻറ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പുഴൻ്റെ അവിടെ പോവുകയാണ്. പുഴ ഇപ്പം ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ പുഴൻ്റെ അടുത്ത് പോകണ വഴിക്കാണ് ഇവിടെ നമ്മളൊരു തോട് കണ്ട്. ഈ തോടിൽ മൊത്തം ഞണ്ടാണ്. ഇവിടെ ആകെ കച്ചറക്കായി കിടക്കുകയാണ്. മഴക്കാലത്ത് മാത്രം ഇത് വെള്ളം കൂടുള്ളൂ. മഴക്കാലം കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞു വരും. ഒരു കാടാണ്, കണ്ടൽ കാടാണ്. പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് ആൾക്കാർ കച്ചറൊക്കെ കൊടുന്നിട്ടിട്ട് ആകെ നശിച്ചു.
അപ്പോൾ ഇതാ ഗൈസ് നമ്മൾ പുഴ ഇതാ പുഴയ്ക്ക് ഇറങ്ങുന്ന അവിടെ തന്നെ അവിടെ ഒരു ക്ലബ്ബുണ്ട്. ഞാൻ പറഞ്ഞ പൂക്കേതക്കടവ് ഇത് ഇവിടുന്നായിരുന്നു വഞ്ചി അങ്ങോട്ട് പോവല്. ഇതാണ് ഞാൻ പറഞ്ഞ പുഴ. ഇതാണ് കര. ഇവിടെ വഞ്ചി ഉണ്ടായിരുന്നു. വഞ്ചി കയറിയിട്ടായിരുന്നു ആദ്യം വെളിയങ്കോടുക്കൊക്കെ പോവല്. ആ വഞ്ചിയിൽ സൈക്കിളൊക്കെ കയറ്റാൻ പറ്റുമായിരുന്നു. ഞാനും കുറേ പ്രാവശ്യം ആ വഞ്ചി പോയിട്ടുണ്ട്. നല്ല രസമുള്ള കാടായിരുന്നത്. പക്ഷെ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ കച്ചറൊക്കെ എറിഞ്ഞിട്ട് ആകെ നശിച്ചു പോയിരിക്കുന്നു ഈ കാട്. ഇവിടെ നല്ല തിര അടിക്കുന്നുണ്ട്. പിന്നെ അവിടെയുള്ള വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു പുഴയുണ്ട്. അത് സൈനസ് വ്ലോഗിൽ ഞങ്ങൾ കുളിക്കുന്നതൊക്കെ വിട്ടുണ്ടായിരുന്നു. എൻ്റെ നീന്തൽ പരീക്ഷണം എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ക്ലബ്ബ്. നല്ല രസമുള്ള ക്ലബ്ബാണ്. ഇവിടെ പടിയൊക്കെ വെച്ചിരിക്കുന്നു. ഈ ക്ലബിൻ്റെ പേര് സ്റ്റാർ ക്ലബ്ബ് കടനാട് എന്നാണ്. വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ സൈനസ് വ്ലോഗിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഭംഗിയുള്ളൊരു കൊച്ചു ഗ്രാമമാണ്. മൊത്തം പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ് പൂക്കേതക്കടവ്. ഒരു കൊച്ചു ഗ്രാമമാണ്. നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ വീട് ഇവിടെ എടുത്തപ്പോഴാണ് ഞാൻ ഇതൊക്കെ അറിഞ്ഞത്. അതിനു മുമ്പ് ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടേക്ക് വരലുണ്ടായിരുന്നില്ല. അത് കാരണം എനിക്ക് ഇതൊന്നും അറിയണ്ടായിരുന്നില്ല. പച്ചപ്പ് പറഞ്ഞ നല്ല ഗ്രാമാന്തരീക്ഷമാണ് ഇത്. തൊട്ടാവാടി പച്ചച്ചെടി. ഇത് തൊട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെയുള്ള എല്ലാം വാടിപ്പോകും. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇത് വളർന്ന് നല്ല വലുതാകുമ്പോൾ അതിൻ്റെ പൂ ഇവിടെ ഉണ്ടാവും. കുറേ എണ്ണം വാടിപ്പോയിക്കുന്ന കുട്ടികൾ ഇതിമക്ക് തട്ടിയിട്ടൊക്കെ, കുട്ടികളെ ശരീരം ഇതിമക്ക് തട്ടിയിട്ടൊക്കെ കുറേ എണ്ണം വാടിപ്പോയിക്കുന്നു. മുറിയാവുന്ന ചെടിയാണ്. ഇതിമക്ക് ഈ സൈഡ് തട്ടിയിട്ടുണ്ടെങ്കിൽ കൈ മുറിയാവും. ഇവിടെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും നമ്മുടെ കൈ. നല്ല ഒട്ടിപ്പുണ്ട്. അടിയിലൊക്കെ തൊട്ടുണ്ടെങ്കിൽ നല്ല ഒട്ടും. ഇത് ആണ് ഞങ്ങൾ തറവാട് വീട്. അതിൻ്റെ തൊട്ടടുത്തൊന്നായിട്ടാണ് എൻ്റെ സ്കൂള്. അതാ കാണുന്നത്. അപ്പം നമുക്ക് എടുത്തു പോയിട്ടൊന്ന് നോക്കി നോക്കാം. അവിടെ കുട്ടികൾ ഗ്രൗണ്ടിൽ നിന്നിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ അന്ന് ഓഗസ്റ്റ് 15 എടുത്ത ഗ്രൗണ്ടാണിത്. ഇപ്പം അവിടെ കുട്ടികളൊക്കെ കളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ടാണ് എൻ്റെ സ്കൂള്. അപ്പം നമുക്ക് ആ സ്കൂളിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. 8 മാസമായി എൻ്റെ സ്കൂളിൽ ഇങ്ങനെ അടിച്ചിട്ടിട്ട്. ഞാൻ സ്കൂളിൽ പോകാണ്ടിരിക്കുന്നത് 8 മാസമായി. അപ്പം അതിൻ്റെ ഉള്ളിൽ കോഴികളൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി
ഡിജിറ്റൽ ക്ലാസ്സുകൾ ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ആ സ്കൂള് തുടങ്ങിയാലാണ് അതൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ്, ആ സൈഡിലായിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിരുന്നത്. സ്കൂളിന് അടുത്തായിട്ടുള്ള ബേസിക് സ്കൂളാണിത്. നമ്മളെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പോവുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.